ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കൂടുതൽ അറിയപ്പെടുന്ന പൊന്മുടി എന്ന് പറയുന്ന ആ സ്ഥലത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പൊന്മുടിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം വരുന്നവരും പോകുന്നവരെല്ലാവരും പൊന്മുടി വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്ന് കൂടുതൽ വോയിസ് ഒന്നുമില്ലാതെ നമുക്ക് ആ സൂര്യതയിൽ പോയി ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഈ വീഡിയോയിൽ ആദ്യമേ ഉൾപ്പെടുത്തിയ ഭാഗം കാരണം നമ്മൾ ആ കല്ലാറിൽ നിന്ന് കുളച്ചിക്കരയിലേക്ക് ആ തോട്ടത്തിൻ്റെ എൻട്രി തുടങ്ങുന്ന അവിടെ തൊട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കാരണം പോകുന്ന വഴിയിൽ കുരുമുളക്, ഗ്രാമ്പു, പിന്നെ കമുക്, അങ്ങനെ പല പല കൃഷികൾ കുളച്ചിക്കര വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുകളിലോട്ടാണ് നമ്മളെ തേയില എസ്റ്റേറ്റ്. കുളച്ചിക്കര കഴിഞ്ഞാൽ മുകളിലോട്ടും ഉണ്ട് നമ്മുടെ ഗ്രാമ്പും പിന്നെ കുരുമുളകും എല്ലാ കൃഷികളും മുകളിലോട്ടുമുണ്ട്. കൂടുതലുള്ളത് പിന്നെ നമ്മുടെ തേയില തോട്ടമാണ്. അപ്പോഴേ നമ്മളങ്ങനെ പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു 4 മണിയായ സമയത്തിനൂടെ എത്തിയത് വൈകുന്നേരം. അതുകൊണ്ട് ആളുകളെല്ലാം തിരികെ പോകുന്നൊരു കാഴ്ചയിലേക്കാണ് കാണുന്നത്. എങ്കിലും അത്യാവശ്യം കുറച്ച് വണ്ടികളും ആളുകളും ഉണ്ട്. ചേച്ചി പോവാ. ഇപ്പോൾ പൊന്മുടിയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരികെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ആ ഒരു 6 മണിയായപ്പോൾ തന്നെ സൂര്യപ്രകാശത്തിനിടയിൽ കൂടെ ആ നല്ലൊരു രീതിയിൽ മഞ്ഞിൻ്റെ കാഴ്ചയും പിന്നെ ചെറിയൊരു വെയിലും അടിപൊളി നല്ലൊരു കാഴ്ചയോടെ കണ്ടിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ പൊന്മുടി നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക ദിവസം കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയും തോന്നിയിട്ടില്ല. അവിടെ നമ്മൾ ആ ദൂരെ നമ്മളെ കല്ലാറും പിന്നെ വിതിരയും ആ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മഞ്ഞൊന്നും ഇല്ലാത്ത രീതിയിൽ
അടിപൊളി കാഴ്ചയിലും കണ്ട് നമ്മൾ തിരികെ ഇറങ്ങി വന്നു. ഇപ്പോൾ പൊന്മുടിയെക്കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ വോയിസ് ഒന്നും കൊടുത്ത് വലിയ രീതിയിൽ ചളമാക്കിയില്ല. ടാറ്റാ, ബൈ ബൈ.